ഹായ് ഗൈസ്, ഈ ഫോട്ടോയിൽ രണ്ട് വശത്തായിട്ട് കാണുന്ന ഒന്ന് എൻ്റെ അമ്മമ്മയും മറ്റേത് എൻ്റെ അച്ചമ്മയുമാണ് കേട്ടോ. ഞാൻ ഇവരെക്കുറിച്ച് വീഡിയോ ഇടാനൊരു കാരണമുണ്ട്. എൻ്റെ അമ്മമ്മ 2 വർഷം മുന്നേ മരിച്ചുപോയി. എൻ്റെ അച്ചമ്മ 2 മാസം 2-2.5 മാസം മുന്നെയാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഇവർ സത്യത്തിൽ അവർ ജീവിച്ചിരുന്നപ്പം നമ്മൾ അവരെ വലുതായിട്ട് എന്താ പറയുക, അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കുകയോ അവരെ കൂടെ ഇരുന്ന് കുറേ സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിഞ്ഞൂടാ, ഇപ്പോൾ ഉള്ളവരും സംസാരിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. അവരുടെ കൂടെ ഇരുന്ന് മിണ്ടിയിട്ട് സംസാരിച്ച് ചില കാര്യങ്ങൾ അവർ നിഷ്കളങ്കമായിട്ടൊന്നും അറിഞ്ഞുകൂടാത്ത നമ്മുടെ അടുത്ത് ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചിരി വന്നിട്ടുണ്ട്. നമ്മളവരെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവർ പോയി കഴിഞ്ഞപ്പം നമ്മുടെ അടുത്തുനിന്ന് മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് നമ്മൾ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന്, നമ്മൾ പുറത്തോട്ട് പോകാൻ ഇറങ്ങുമ്പം മക്കളെ മഴ പെയ്യുന്നടി തോന്നിട്ട് പോകാം, അല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പം മക്കളെ ഭയങ്കര വെയിലടി നീ പിന്നെ പോകാൻ നോക്കുക, അല്ലെങ്കിൽ കുട എടുത്തിട്ട് പോകും. സത്യം പറഞ്ഞാൽ അന്ന് അവരത് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കൊച്ചല്ലേ മഴയത്ത് പോകുമ്പം പനി പിടിക്കാൻ എന്ന് പറയുമായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിക്കുമ്പോൾ നോക്കുക ഗൈസ്, ഇപ്പം നമ്മളടുത്ത് അങ്ങനെയൊക്കെ പറയാനുള്ള ആൾക്കാരുടെ എണ്ണം ഒന്നൊന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മമ്മ, അച്ചമ്മ, അച്ചച്ചൻ അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ വാർദ്ധക്യവും നമ്മുടെ അച്ഛനമ്മമാരെ ബാധിച്ചു തുടങ്ങും. അവരും കൂടെ പ്രായമായി നമ്മളെ അടുത്തൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരു രീതിയിലോട്ടൊക്കെ അവർ വാർദ്ധക്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളടുത്ത് അങ്ങനെ ഒരു കെയർ തരാൻ ആരും ഇല്ലാതാവും. സീരിയസ്ലി ഞാനത് ആലോചിക്കുവാണ്. എൻ്റെ അച്ഛമ്മയും അമ്മമ്മയും വയ്യാതെ വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ കിടക്കുന്നത് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി നമ്മൾ അവരങ്ങനെ കാണുമ്പോൾ അവർ മരിച്ചാൽ മതിയെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാളും. പെൻഷൻ കിട്ടുമ്പോൾ അവർ തരുന്ന 500 രൂപ 200 രൂപ നമ്മളും അങ്ങോട്ട് കൊടുക്കാറുണ്ട്. നമ്മളങ്ങോട്ട് കൊടുക്കാനുള്ള നമ്മൾ ജോലി ചെയ്യുന്ന നമ്മൾ ചെറുപ്പക്കാരാണ്, നമുക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട്, അങ്ങനെ കൊടുക്കുന്നതാണ്. പക്ഷേ അവർക്ക് മാസം തോറും സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ഒരു വിഹിതം ചെറുമക്കളായ നമുക്ക് വെച്ച് നീട്ടുമ്പം സീരിയസ്ലി നമ്മളത് ചിലപ്പോൾ വേണ്ടെന്ന് പറയും, ചിലപ്പോൾ വാങ്ങിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രാവശ്യം അങ്ങനെ ഇനി തരാൻ നമുക്ക് ആരുമില്ല. ഓരോരുത്തരായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, എല്ലാ വർഷവും ഓണത്തിന് ആർക്കൊക്കെ ഡ്രസ്സ് എടുത്തില്ലെങ്കിലും, ഞാൻ എൻ്റെ മോൾക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുത്തില്ലെങ്കിലും എല്ലാ വർഷവും ഓണത്തിനും എൻ്റെ അച്ഛമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒന്നെങ്കിൽ പൈസ അല്ലെങ്കിൽ സെറ്റ് മുണ്ടും വാങ്ങിച്ചു കൊടുക്കും. ഈ പ്രാവശ്യം ഇപ്പോൾ ഓഗസ്റ്റിൽ ഓണം വരുവാണ്. നമ്മൾ ഓണത്തിനെ പറ്റി സംസാരിച്ചപ്പം 500-1000 രൂപ കൊടുക്കാനും ആരുമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരാളെ മറന്നുപോയി, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മമ്മ. അമ്മമ്മയും ഞാനുമായിട്ട് കുറേ നാളത്തെ ബന്ധമൊന്നുമില്ല. ഞാൻ കല്യാണം കഴിഞ്ഞൊന്നും 1-1.5 വർഷത്തിനകത്ത്